എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു നാളികേര ദോശ ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി സ്പോഞ്ചി ആയിട്ടുള്ളൊരു ദോശ. അങ്ങനെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മളെപ്പോൾ ഉണ്ടാക്കുന്നത് വെള്ളാപ്പത്തിൻ്റെ എല്ലാം ഏകദേശം അതേ മാവ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയാൽ അതിശയപ്പെട്ടു. നല്ലൊരു എന്താ പറയണ്ടേ, സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പച്ചരി, സാധാരണ റേഷൻ പച്ചരി തന്നെയാണ്. അത് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 5-6 മണിക്കൂർ കുതിരാൻ വെക്കാം. കുറച്ച് സമയം കൂടുതൽ കുതിരണം ഇത്. അപ്പോൾ 6 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം മൊത്തം അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരക്കണം. അതിന് മുമ്പേ 1/2 കപ്പ് തേങ്ങയും 1/2 കപ്പ് ചോറും ചേർത്ത് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഇളനീരിൻ്റെ വെള്ളമാണ്. ഇളനീരിൻ്റെ വെള്ളം ഇല്ലേ തേങ്ങാ വെള്ളം ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളം തന്നെ ഉപയോഗിക്കാം. നമ്മൾ അരിയിൽ നിന്ന് അരിച്ചെടുത്ത വെള്ളം തന്നെ ഉപയോഗിക്കാം. പക്ഷേ ഇത് എല്ലാം കൂടി ചേരുമ്പോഴാണ് ഇതിൻ്റെ ഒരു നല്ലൊരു അടിപൊളി ടേസ്റ്റ്. പിന്നെയും ഞാനൊരു 1/4 കപ്പും കൂടി ഇളനീരിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 3/4 കപ്പ് ഇളനീരിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ മിക്സി ജാറും കൂടി ഒന്ന് കഴുകിയിട്ട് പിന്നെയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സി ജാറിൽ അധികം വെള്ളം ഒഴിച്ചു കൊടുത്തു വിടാമല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് കൈകൊണ്ട് തന്നെ ആദ്യം ഒന്ന് ലേശം വെള്ളം ഒഴിച്ച് പിന്നെ കൈകൊണ്ട് തന്നെ എടുത്ത്, ഇനി കൈകൊണ്ട് ഇതൊരു 30 സെക്കൻഡെങ്കിലും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അന്നേരമാണ് ഇത് പെട്ടെന്നൊന്ന് ഫെർമെൻ്റായി വരിക. എന്നിട്ട് ഇതൊരു 12 മണിക്കൂർ നമ്മളിത് പുളിക്കാനായിട്ട് മാറ്റി വെക്കണം. 12 മണിക്കൂർ ആകുമ്പോഴാണ് ഇത് നന്നായി പൊങ്ങി വരിക. പൊങ്ങി എന്ന് പറഞ്ഞാൽ വല്ലാണ്ടങ്ങ് പൊങ്ങൂല കേട്ടോ. ഇതാ കണ്ടില്ലേ, പൊങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ കണ്ടോ നല്ലൊരു ടെക്സ്ചറിലേക്ക് മാറിയിട്ടുണ്ട് മാവ്. ഇനി നമുക്കിത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. കാരണം കള്ളപ്പമെല്ലാം ചുടുന്ന ഒരു ഏകദേശം ആ പാദത്തിനാണ് വന്നത്. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്ന 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇത് ദോശ ചുടാൻ തുടങ്ങാം. കണ്ടില്ലേ, ഒരു ദോശമാവിൻ്റെ അയവിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ കാസ്റ്റ് അയൺ തവയായതുകൊണ്ട് കുറച്ച് ഓയിൽ ആദ്യം ആക്കി അത് മൊത്തം തുടച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു തവി മാവ് കോരി ഒഴിച്ചിട്ട് ഒന്നങ്ങ് തേച്ച് കൊടുക്കുക, വല്ലാണ്ടങ്ങ് പരത്തിക്കളയരുതേ. അപ്പോൾ കുറച്ച് കട്ടിയിലായിരിക്കണം. മൂടി വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. കണ്ടോ, നല്ല ഓട്ടോട്ടയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് പാകം. നമുക്കിതിങ്ങനെ എടുക്കാം. തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ എടുത്തിട്ട് കണ്ടില്ലേ, ഇതൊരു സ്പോഞ്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനൊരു പ്രത്യേക മണം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. അതാ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തൊടുമ്പം തന്നെ എന്തൊരു സോഫ്റ്റാണെന്നറിയോ. നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു മണമാണ്. അതാ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് കറി വേണമെങ്കിലും, നോൺ വെജ് വെജ് ഏത് കറി വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ നമ്മളൊരു ഇളവൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചെടുത്തിട്ടാണ് ഞാനിത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റായി. ഇനി ഇതിന് ഒക്കെ ഞാനെൻ്റെ മോൻ്റെ മൂക്ക് കൊടുക്കുക, കുറച്ച് പാലും കുറച്ച് തേനും. നല്ല ടേസ്റ്റാണ്. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പം അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.